ഹായ് ഫ്രണ്ട്സ്. ഞാൻ ലാസ്റ്റ് ഡേ SEO എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആളുകൾ ഏതൊരു പാറ്റേൺ ഫോളോ ചെയ്താണ് കാര്യങ്ങൾ ഗൂഗിളിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ജനറേറ്റീവ് എഞ്ചിനായ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് SEO എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ ഒരു വീഡിയോ പോയി കണ്ട ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്, അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എങ്ങനെയാണെന്ന്. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് സെർച്ച് ചെയ്തിരിക്കുന്ന റിസൾട്ടാണ്. ഞാൻ ഇതിനെ നിങ്ങൾക്ക് ഇതിനെ ക്വറി എന്ന് പറയാം, പക്ഷെ ഇനി മുതൽ നമ്മൾ ഇതിനെ കീവേഡ് എന്ന് ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടിച്ചിരിക്കുന്ന കീവേഡ് ആണ് IELTS ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കൊച്ചി. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകളാണ് ഇവിടെ താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഫസ്റ്റ് വെബ്സൈറ്റ് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് വെബ്സൈറ്റ് മുതലാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അത് മിസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫസ്റ്റ് കിടക്കുന്ന വെബ്സൈറ്റിനെ നമ്മൾ ലിസ്റ്റിംഗ് വെബ്സൈറ്റുകൾ എന്ന് പറയും. അതായത് ഒരുപാട് ബിസിനസ്സുകളെ ഒരു വെബ്സൈറ്റുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് ലിസ്റ്റിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ് നിങ്ങൾക്ക് ഇനി വരും സെഷനിൽ ഞാൻ പറയാം. എന്താണ് ലിസ്റ്റിംഗ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത്, അതിനെ കൊണ്ടെന്താ കാര്യം, അതൊക്കെ ഞാൻ വേറെ സെഷനിൽ പറയാം. സോ നമുക്ക് സെക്കൻഡ് റിസൾട്ട് മുതലാണ് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചു തന്നിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളെ ഇതുപോലെ ഈ ഗൂഗിളിന്റെ ഈ ഒരു സെർപ്പ് എങ്ങനെ സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ എങ്ങനെ വരുത്തുന്നത്, അതായത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് 3 മേജർ സ്റ്റെപ്പ് വഴിയാണ്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പിന് ക്രൗളിംഗ് എന്ന് പറയും, രണ്ടാമത്തെ സ്റ്റെപ്പിന് ഇൻഡെക്സിംഗ് എന്ന് പറയും, മൂന്നാമത്തെ സ്റ്റെപ്പിന് റാങ്കിങ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായ ക്രൗളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഫൈൻഡിങ് വെബ്സൈറ്റ്. ഈ ഗൂഗിളിന്റെ ബോട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പൈഡേഴ്സ് അല്ലെങ്കിൽ ക്രൗളേഴ്സ്. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ വിളിക്കുന്നതെന്ന് പറയാൻ കാരണം, ഈ നമ്മളെ ഈ എട്ടുകാലി കാണുന്നില്ലേ, എട്ടുകാലികൾ വല കെട്ടി അതിന്റെ ഓരോ സ്ട്രാൻഡിലെ കൂടി മെല്ലെ മെല്ലെ മൂവ് ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്ന ഗൂഗിളിന്റെ ബോട്ടുകൾ ഓരോ വെബ്സൈറ്റ് വഴി മൂവ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ക്രൗളേഴ്സുകൾ ഈ ഇന്റർനെറ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ വെബ്സൈറ്റ് പേജിലൂടെയും കടന്നു പോയിട്ട് ആ വെബ്സൈറ്റിൽ കിടക്കുന്ന ഓരോ ഇൻഫർമേഷനും ഗ്യാദർ ചെയ്യും, കളക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാനിപ്പോ നേരത്തെ അടിച്ചിരിക്കുന്ന റിസൾട്ടിൽ ഉദാഹരണത്തിന് ഈ ഒരു വെബ്സൈറ്റ് ആണ് ഗൂഗിൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിന്റെ രീതി, ക്രൗളേഴ്സുകൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന ഓരോ വെബ്സൈറ്റിന്റെ പേജസിലൂടെയും കടന്നു. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ ക്രൗളേഴ്സ് എന്ത് ചെയ്യും, ഈ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ കണ്ടന്റുകളുടെ നോക്കും. ഉദാഹരണത്തിന് ടൈറ്റില്, ഇതിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ ഏതാണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എന്താണ്, ഇനി ഇവിടെ എന്തെങ്കിലും ഇമേജസ് ഉണ്ട്, ഇമേജസ് എന്താണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയും. അതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും പേജസുകൾ ഇൻഡിവിജ്വൽ ലിങ്കുകളൊക്കെ ഉണ്ട്, മറ്റു പേജുകളിലേക്ക് ലിങ്കുകൾ ഉണ്ട്. ഇതിൽ ഓരോന്നിലൂടെയും കടന്നു പോയിട്ട് ഈ ഡാറ്റയിലേക്ക് കളക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ പറയുന്ന ക്രൗളിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഗൂഗിൾ എന്ത് ചെയ്യും, ഈ കൊടുത്തിരിക്കുന്ന ഓരോ വെബ്സൈറ്റ് പേജിലൂടെയും കടന്നു പോകും. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡെക്സിംഗ് ആണ്. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ സ്റ്റോറിങ് ദ ഇൻഫർമേഷൻ. അതായത് നേരത്തെ ക്രൗൾ ചെയ്ത് എടുത്തിരിക്കുന്ന ഈ ഇൻഫർമേഷനെ കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഗൂഗിൾ എന്ത് ചെയ്യും, ഈ സെർച്ച് എഞ്ചിൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാനെ എന്ത് ചെയ്യും, ഓർഗനൈസ് ആയിട്ട് അവരുടെ ഡാറ്റാ ബേസ് ആയ ഇൻഡെക്സിൽ എന്ത് ചെയ്യും, കൃത്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ പേജിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസും ഗൂഗിളിൽ എന്ത് ചെയ്യും, മനസ്സിലായത് കൊണ്ടാണ് ഗൂഗിൾ എന്ത് ചെയ്യുന്നത്, ഈ പേജുകളെ ഓരോ സെഷനായിട്ട് കൃത്യമായി ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് കുറച്ചും കൂടി എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ കാണുന്നില്ലേ, ഇതൊരു ലൈബ്രറിന്റെ ഫോട്ടോ ആണ്. നമ്മൾ ഒരു ലൈബ്രറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയിട്ട് നമ്മളൊരു പുസ്തകം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആദ്യം ഒരു രജിസ്റ്റർ ഉണ്ടാവും അല്ലെ. ആ രജിസ്റ്ററിൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ പുസ്തകങ്ങളും, അതായത് ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഹിന്ദി ആയാലും ഏത് ഭാഷയായാലും, അതുപോലെ തന്നെ ഓതർ ബേസ്, അല്ലെങ്കിൽ ഒരു നോവലാണോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി ആണോ ഫിക്ഷൻ ആണോ, ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു രജിസ്റ്റർ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ രജിസ്റ്റർ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ കമ്പ്യൂട്ടർ ആവാം. ഇത് ഉപയോഗിച്ചിട്ട് ഈ പറയുന്ന പുസ്തകത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ലൊക്കേറ്റ് ചെയ്യും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന വലിയൊരു ലൈബ്രറി ആണെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഷെൽഫ് കണ്ടോ? ഇതുപോലെ ഓരോ ഷെൽഫിനും കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ലേബൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ മുകളിലത്തെ ഈ ഒരു സെക്ഷനിൽ ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ അതിൽ ആ ഒരു ഏരിയ മൊത്തം ചിലപ്പോൾ ഷോർട്ട് സ്റ്റോറി ആയിരിക്കും. അപ്പൊ നമുക്ക് വേണ്ട ഷോർട്ട് സ്റ്റോറി ഏതാണ്? ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി എന്നിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് പുസ്തകങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു പാറ്റേൺ ആണ് ഗൂഗിളും എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ ഇൻഫോർമേഷനെ കൃത്യമായിട്ട് ഓരോ റാക്കുകളാക്കി വെക്കുകയാണെങ്കിൽ ഗൂഗിളിന് എന്ത് ചെയ്യാം? പെട്ടെന്ന് പോയിട്ട് ഇൻഫോർമേഷൻ എടുക്കാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ലൈബ്രറി പോയിട്ട് എനിക്കിപ്പോ ഒരു ഏതെങ്കിലും ഓഥറിന്റെ ഒരു ഷോർട്ട് സ്റ്റോറി വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് ആ രജിസ്റ്റർ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം? ആ പറഞ്ഞിരിക്കുന്ന ഷെൽഫിൽ ഏത് ഏരിയയിലാണോ കൊടുത്തിട്ടുള്ളത് അതിൽ ഏത് റാക്കിലാണ് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് തന്നെയാണ് ഇവിടെ എന്തെന്ന് ഈ ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് റാങ്കിങ്. റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ തരുന്നുണ്ടല്ലോ. ഇതുപോലെ ഇങ്ങനെ 1, 2, 3, 4 പറഞ്ഞിട്ട് ഇങ്ങനെ 10 റിസൾട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ തരുന്നില്ലേ? ഇതാണ് റാങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതായത് ഒരാൾ വന്നിട്ട് ഒരു കീവേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യും? ഈ ഇൻഡെക്സുകളിൽ നോക്കിയിട്ട് ഏറ്റവും റെലവെന്റും ഹെൽപ്ഫുള്ളായും ട്രസ്റ്റിയുമായ വെബ്സൈറ്റ് പേജസിനെ എന്ത് ചെയ്യും? ഗൂഗിൾ ഈ പറയുന്ന സെർപ്പിലേക്ക് വിസിബിൾ ചെയ്യും. അതെങ്ങനെ റാങ്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് റാങ്കിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗൂഗിളിൽ ഇതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത്. ഈ 3 പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.